എക്സാമിനറിന്റെ ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓണം എക്സാമിന് മുമ്പ് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടെ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തത് മാത്രമല്ല, ബാച്ചിൽ ജോയിൻ ചെയ്ത് അത്യാവശ്യം ലൈവിലൊക്കെ പങ്കെടുത്ത് ലൈവ് ക്ലാസ് ഒക്കെ തീർത്തു. അറ്റ്ലീസ്റ്റ് ഓണം എക്സാമിന്റെ സിലബസ് എങ്കിലും നിങ്ങൾ ലൈവിൽ പങ്കെടുത്ത് തീർത്തു എന്നുള്ള അസംഷനിലാണ്. ഇനി അതല്ല നിങ്ങൾ റീസെന്റ് ഒക്കെ ജോയിൻ ചെയ്തുള്ളൂ, ബാച്ചിൽ കുറെ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള അവസാനം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ്, അതായത് ബാച്ചിൽ ജോയിൻ ചെയ്തു ലൈവ് ക്ലാസ്സിൽ ഓണം എക്സാം സിലബസ് തീർത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഈസ് റിവിഷൻ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട മക്കളെ, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ലൈവ് ക്ലാസ് ഇടുന്നുണ്ടാവും, നോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിലെ ഈച്ച് ആൻഡ് എവറി ലൈൻ, ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ അറിയുമോ? ഇല്ല അല്ലേ? പോയി പഠിക്കണം. കാരണം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ പഠിച്ചതുകൊണ്ടായില്ല. പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ ആ ചോദ്യം കാണുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ചത് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ വേസ്റ്റ് ആണ്. ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും, പക്ഷേ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് വേസ്റ്റ്, ലിറ്ററലി വേസ്റ്റ്. ആ വേസ്റ്റ് ആവാതിരിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് റിവിഷൻ. അപ്പോൾ റിവിഷൻ എങ്ങനെ ചെയ്യാം? പല രീതിയിൽ ചെയ്യാം. ഏറ്റവും സിമ്പിൾ രീതി എന്താണോ? ലൈവ് ക്ലാസ്സിൻ്റെ നോട്ട്സ് ആപ്പ് കിടപ്പില്ലേ, ഡൗൺലോഡ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇനി അതിൻ്റെ തന്നെ നിങ്ങളുടെ വേർഷൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് റിവൈസ് ചെയ്താലും മതി. രണ്ടാമത്തെ രീതിയിൽ എന്താണ്? നമ്മൾ ഷോർട്ട് നോട്ട്സ് ബേസ്ഡ് ആയിട്ട് നമ്മൾ തന്നെ മാരത്തോൺ റിവിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഷോർട്ട് നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ആ നോട്ട്സ് ഉപയോഗിച്ച് റിവൈസ് ചെയ്യാം. അതിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ, ലൈവായിട്ട് പങ്കെടുക്കാത്തവരാണ് അതിൻ്റെ റെക്കോർഡിംഗ് ആപ്പിൽ കിടപ്പുണ്ട്. ജസ്റ്റ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഓണം എക്സാം റിവിഷൻ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈവ് ക്ലാസ് തന്നെ കിട്ടും. അപ്പോൾ ലൈവ് ക്ലാസ്സും അതിൻ്റെ നോട്ട്സും കൂടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്നതാണ്. റിവൈസ് നിങ്ങൾ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ബേസിക് റിവിഷൻ അവിടെ നടന്നു. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ആ ബേസിക് റിവിഷനിൽ കൂടുതൽ തിയറി ആയിരിക്കും നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവുക. ചോദ്യങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്ന ചോദ്യങ്ങൾ, ലൈവ് ക്ലാസ്സിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾ ചെയ്തു പോകണം. പക്ഷെ അത് മാത്രം മതിയാവില്ല ഓണം എക്സാമിന് നല്ലൊരു മാർക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ ക്വസ്റ്റ്യൻസിന് വേണ്ടി സെപ്പറേറ്റ് നിങ്ങൾ ടൈം കൊടുക്കണം. അതിനുള്ള ടൈം നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? ഒന്ന് നിങ്ങളുടെ ക്ലാസ് നോട്ട്സ് തന്നെ, ഈ നോട്ട്സ് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നിങ്ങൾ ചെയ്യുക. അതുകൂടാതെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ടീച്ചർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും റെക്കോർഡ് ക്ലാസ്സിൽ ഇന്ന ക്ലാസ്സിൽ പോയിട്ട് ഇന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എക്സ്ട്രാ ആയിട്ട് അതും നിങ്ങൾ ഒബ്വിയസ്ലി ചെയ്യണം. പിന്നെ നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചർ എന്ന ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ചെയ്യാം. മാക്സിമം ക്വസ്റ്റൻസ് ചെയ്യുക. അതിപ്പോൾ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് നിങ്ങളുടെ സിലബസിലുള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വർക്ക് ഷീറ്റ്. ഇപ്പോൾ CBSE-കാർക്ക് CBSE-യുടെ വർക്ക് ഷീറ്റ് ഉണ്ട്, സ്റ്റേറ്റ് സിലബസുകാർക്ക് സ്റ്റേറ്റ് സിലബസിൻ്റെ വർക്ക് ഷീറ്റ് ഉണ്ട്. അത് പലരും ചെയ്തിട്ടുണ്ടാവും, പക്ഷേ റിവൈസ് ചെയ്യണം, ഓർമ്മയുണ്ടാവണം. ഈച്ച് ആൻഡ് എവരി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓർമ്മയില്ല, നിങ്ങൾക്ക് അത് വേസ്റ്റ് ആണ്. ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും കൂടെ സമയം ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്തു പോയാൽ, അതിപ്പോൾ എല്ലാം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ ചാപ്റ്ററിലെയും ഒരു 10-20 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. കാരണം മനസ്സിലാക്കേണ്ട, ഓണം എക്സാമിൽ കുറേ ക്വസ്റ്റൻസ് PYക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചാൻസ് ഉണ്ട്. കുറേ ക്വസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്, എല്ലാ ചോദ്യങ്ങളൊന്നും അല്ല. ഓക്കെ, അപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. അതും കൂടി സമയം ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ ഓണം എക്സാമിന് 100% പ്രിപ്പയർഡ് ആയി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. പിന്നെ യൂട്യൂബിൽ എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കരുതുക. സമയമുണ്ടെങ്കിൽ അതിലും പങ്കെടുക്കുക. അത് നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്തിലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും, നിങ്ങൾ പഠിച്ചാൽ തന്നെ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ സമയം വേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾ 2x ഇട്ട് കണ്ടാലും മതി. ഓക്കെ, അല്ല സ്കിപ്പ് ചെയ്ത് കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പണി. ഓക്കെ, അല്ല ഇതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് മതി യൂട്യൂബിൽ വന്നിട്ട് എക്സ്ട്രാ കാണുന്നു. ഓക്കെ, റെഡി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ റീസെൻ്റ്ലി ആണ് ബാച്ചിൽ ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തില്ല. പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ലൈവ് ക്ലാസ്സിൻ്റെ, ഈച്ച് ആൻഡ് എവറി ലൈവ് ക്ലാസ് നമ്മൾ എടുത്തതിൻ്റെ റെക്കോർഡിംഗ് ആപ്പിൽ കിടപ്പുണ്ട്. ജസ്റ്റ് സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ പോവുക, ഫിസിക്സിനുള്ളിൽ പോവുക, ചാപ്റ്ററിനുള്ളിൽ പോയി ഫസ്റ്റ് തന്നെ കാണാം ലൈവ് ക്ലാസ്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കിടപ്പുണ്ടാവും. 2x ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിൽ കണ്ട് തീർത്തോണം. ഓക്കെ, മാക്സിമം ചാപ്റ്റേഴ്സ് തീർക്കുക എന്നാണ് നിങ്ങളുടെ പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പരിപാടികൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പം അതിനുള്ള സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ സമയം ബുദ്ധിമുട്ടായിരിക്കും. സിലബസ് തീർക്കുക എന്നുള്ളതിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണം എക്സാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ പണിയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അതിന് നിങ്ങൾ റെഡി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാച്ചിലുള്ള കുട്ടികൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഈ കാര്യം നിങ്ങൾ ഓണസ്റ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക. ഓണം എക്സാമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പരീക്ഷയും ഗംഭീരമായിരിക്കും. അത്രേ പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.